നമസ്കാരം. ബിസിനസ് സ്റ്റഡീസ് ചാപ്റ്റർ 2 ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ഈ അധ്യായത്തിലേക്കുള്ള ഓഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളൊരു പുതിയ ബിസിനസ് തുടങ്ങാൻ ആലോചിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരേണ്ട ഒരു ചോദ്യമുണ്ട്. ഈ ബിസിനസ് ഒറ്റയ്ക്ക് തുടങ്ങണോ, അതോ കുറച്ച് സുഹൃത്തുക്കളെ കൂടി കൂട്ടി തുടങ്ങണോ, അതുമല്ലെങ്കിൽ ഒരു വലിയ കമ്പനിയായി രജിസ്റ്റർ ചെയ്യണോ? ഈയൊരു തീരുമാനം വളരെ പ്രധാനപ്പെട്ടതാണ്, കാരണം നിങ്ങളുടെ ബിസിനസിന്റെ ഭാവിയെ തന്നെ ഇത് സ്വാധീനിക്കും. അപ്പോൾ ഈ അധ്യായത്തിൽ ഇതേക്കുറിച്ചാണ് നമ്മൾ വിശദമായി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കാൻ പോകുന്നതെന്ന് നോക്കാം. നമ്മൾ ഏറ്റവും ലളിതമായ ബിസിനസ് രൂപത്തിൽ നിന്ന് തുടങ്ങും. പിന്നെ കുറച്ചുകൂടി സങ്കീർണമായ രൂപങ്ങളിലേക്ക് പോകും. ഓരോന്നും എന്താണെന്നും അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണെന്നും നമ്മൾ പഠിക്കും. ഏറ്റവും അവസാനം പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം ഒരു കിടിലൻ റിവിഷനും ഉണ്ടാകും. അപ്പോൾ പേടിക്കണ്ട, നമുക്ക് തുടങ്ങാം. ശരി, അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലേ? ബിസിനസ് സംഘടനയുടെ ഏറ്റവും ലളിതമായ രൂപം, അതായത് ഒരാൾ മാത്രം ഉടമസ്ഥനായുള്ള ബിസിനസ്. ഇതിനെ നമ്മൾ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് അല്ലെങ്കിൽ ഏകാംഗ വ്യാപാരം എന്ന് പറയും. ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കാര്യം മനസ്സിലാക്കാം. സോൾ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക്, പ്രൊപ്രൈറ്റർ എന്ന് പറഞ്ഞാൽ ഉടമ. അപ്പോൾ ഒറ്റ ഉടമസ്ഥൻ. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചെറിയ പലചരക്ക് കടയോ ഒരു തയ്യൽ കടയോ ഒരു ബേക്കറിയൊക്കെ ഇതിന് ഏറ്റവും നല്ല ഉദാഹരണങ്ങളാണ്. ഇതിലെ എല്ലാ പോയിന്റുകളും പ്രധാനപ്പെട്ടതാണ്. പക്ഷേ പരീക്ഷയുടെ ഗ്ലേലാംഗിളിന് നോക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു വാക്കുണ്ട്, അവസാനത്തേത്, അൺലിമിറ്റഡ് ലയബിലിറ്റി, അതായത് പരിധിയില്ലാത്ത ബാധ്യത. എന്താണിതിൻ്റെ അർത്ഥം? സിമ്പിളായി പറയാം. ബിസിനസ്സിന് 1,00,000 രൂപയുടെ കടം വന്നു എന്ന് കരുതുക. പക്ഷേ ബിസിനസ്സിൻ്റെ ആസ്തി വിറ്റാൽ അത്രയും പണം കിട്ടില്ല. അപ്പോഴെന്ത് ചെയ്യും? ആ കടം വീട്ടാനായി ഉടമയുടെ പേഴ്സണൽ സ്വത്തുക്കൾ, അതായത് അയാളുടെ വീട്, കാറ് അല്ലെങ്കിൽ സ്വർണം വരെ വിൽക്കേണ്ടി വരും. ഇതാണ് ഇതിലെ ഏറ്റവും വലിയ റിസ്ക്. ഇനി ഇതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കിയാലോ? ഗുണങ്ങൾ എന്തൊക്കെയാ? തീരുമാനങ്ങളൊക്കെ പെട്ടെന്നെടുക്കാം, വേറെ ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല. ബിസിനസ്സിന്റെ രഹസ്യങ്ങളൊന്നും പുറത്തുപോകില്ല. ലാഭം കിട്ടിയാലത് മുഴുവൻ സ്വന്തം. എന്നാൽ ദോഷങ്ങളോ? കൂടുതൽ പണം ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടായിരിക്കും. ഉടമയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ബിസിനസ് അതോടെ നിന്നുപോകാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ വലിയ അപകടം, പരിധിയില്ലാത്ത ബാധ്യത. അപ്പോൾ ഒറ്റയ്ക്ക് ബിസിനസ് ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ കണ്ടു. കൂടുതൽ പണം വേണം, സഹായിക്കാൻ ആളുകൾ വേണം, റിസ്ക് ഒറ്റയ്ക്കെടുക്കാൻ പേടിയാണ്. ഇതിനൊക്കെയുള്ള ഒരു പരിഹാരമാണ് അടുത്ത രൂപം, അതായത് പങ്കാളിത്ത സ്ഥാപനം അഥവാ പാർട്ട്ണർഷിപ്പ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് എഗ്രിമെന്റ് അഥവാ കരാർ എന്നതാണ്. ഈ കരാർ വാക്കാലുള്ളതാകാം, അല്ലെങ്കിൽ എഴുതി തയ്യാറാക്കിയതുമാകാം. എപ്പോഴും എഴുതി തയ്യാറാക്കുന്നതാണ് നല്ലത്. അതിനെയാണ് നമ്മൾ പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. എന്തിനാണ് ഈ എഴുതിയ കരാർ? കാരണം നാളെ പങ്കാളികൾ തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം വന്നാൽ ഈ ഡീഡ് ഒരു തെളിവായിട്ട് നമ്മുടെ കയ്യിലിരിക്കും. സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൽ കണ്ടതുപോലെ ഇവിടെയും അൺലിമിറ്റഡ് ലയബിലിറ്റി ഉണ്ട്. അതായത് എല്ലാ പാർട്ട്ണർമാർക്കും വ്യക്തിപരമായ ബാധ്യതയുണ്ട്. അതോടൊപ്പം ഇവിടെ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു പുതിയ ആശയം വരുന്നുണ്ട്, മ്യൂച്വൽ ഏജൻസി. ഇത് സിമ്പിളായി പറഞ്ഞാൽ ഒരു പാർട്ട്ണർ ബിസിനസ്സിന് വേണ്ടി എടുക്കുന്ന ഏത് തീരുമാനവും മറ്റെല്ലാ പാർട്ട്ണർമാരെയും ബാധിക്കും. ഉദാഹരണത്തിന്, നിങ്ങളുടെ പാർട്ട്ണർ ബിസിനസ്സിന്റെ പേരിൽ ഒരു ലോൺ എടുത്താൽ ആ ലോൺ തിരിച്ചടയ്ക്കാൻ നിങ്ങൾക്കും ഉത്തരവാദിത്തമുണ്ട്, നിങ്ങളത് അറിഞ്ഞില്ലെങ്കിൽ പോലും. ഇതൊരു വൺ വേഡ് ചോദ്യമായിട്ടോ അല്ലെങ്കിൽ ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് ആയിട്ടോ വരാൻ നല്ല സാധ്യതയുണ്ട്. ഓർത്തുവെക്കുക, ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് തുടങ്ങാൻ ഏറ്റവും കുറഞ്ഞത് 2 പേർ വേണം. പരമാവധി, അതായത് മാക്സിമം 50 പേർ വരെയാകാം. ഇതുവരെ നമ്മൾ പഠിച്ച 2 രൂപങ്ങളിലും ഉണ്ടായിരുന്ന ഏറ്റവും വലിയ തലവേദന എന്തായിരുന്നു? അൺലിമിറ്റഡ് ലയബിലിറ്റി, അല്ലേ? ആ ഒരു പ്രശ്നത്തിനുള്ള ഏറ്റവും നല്ല പരിഹാരമാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. ഇവിടെയാണ് നമ്മളൊരു പുതിയ ആശയം പഠിക്കുന്നത്. കമ്പനി ഒരു കൃത്രിമ വ്യക്തി അഥവാ ആർട്ടിഫിഷ്യൽ പേഴ്സണാണ്. എന്താണിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിയമത്തിന്റെ കണ്ണിൽ നിങ്ങളും ഞാനുമൊക്കെ ഓരോ വ്യക്തികളാണ്. അതുപോലെ ഒരു കമ്പനിയും ഒരു പ്രത്യേക വ്യക്തിയാണ്. അതിന് സ്വന്തമായി പേരുണ്ട്, സ്വന്തമായി സ്വത്തുക്കൾ വാങ്ങാനും വിൽക്കാനും കഴിയും. ജീവനില്ലാന്ന് മാത്രം. അതായത് കമ്പനി വേറെ, അതിന്റെ ഉടമസ്ഥരായ ഷെയർ ഹോൾഡർമാർ വേറെ. പരീക്ഷയ്ക്ക് ഒരു കമ്പനിയുടെ സവിശേഷതകൾ ചോദിച്ചാൽ ഒരുപാട് പോയിന്റുകളുണ്ട്. പക്ഷേ ഈ 3 എണ്ണം നിങ്ങൾ മറക്കാതെ എഴുതണം. 1, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, അതായത് കമ്പനിയും ഉടമകളും 2 ആണ്. 2, പെർപ്പച്വൽ സക്സഷൻ, അതായത് ഷെയർ ഹോൾഡർമാർ മരിച്ചാലോ മാറിയാലോ കമ്പനി ഇല്ലാതാവില്ല, അത് തുടർന്നു പോകും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ലിമിറ്റഡ് ലയബിലിറ്റി, അതായത് ഇവിടെ ഉടമസ്ഥരുടെ ബാധ്യത അവർ നിക്ഷേപിച്ച പണത്തിൽ മാത്രം ഒതുങ്ങും. അവരുടെ പേഴ്സണൽ സ്വത്തുകൾ എപ്പോഴും സുരക്ഷിതമായിരിക്കും. ഇത് പരീക്ഷയ്ക്ക് എന്തായാലും ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. പ്രൈവറ്റ് കമ്പനിയും പബ്ലിക് കമ്പനിയും തമ്മിലുള്ള വ്യത്യാസം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഒരു പ്രൈവറ്റ് കമ്പനിക്ക് അതിൻ്റെ ഷെയറുകൾ വാങ്ങാൻ വേണ്ടി പൊതുജനങ്ങളെ ക്ഷണിക്കാൻ പറ്റില്ല.
എന്നാൽ ഒരു പബ്ലിക് കമ്പനിക്ക് ഷെയർ മാർക്കറ്റിലൂടെ പൊതുജനങ്ങളിൽ നിന്നും പണം സമാഹരിക്കാൻ കഴിയും. അതുകൊണ്ടുതന്നെ വലിയ പ്രോജക്റ്റുകൾക്കൊക്കെ പബ്ലിക് കമ്പനിയാണ് കൂടുതൽ നല്ലത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് പ്രത്യേകതകളുള്ള 2 ഓർഗനൈസേഷനുകളെക്കുറിച്ചാണ്. ഒന്ന് കുടുംബ ബിസിനസിന്റെ രൂപമാണ്, മറ്റൊന്ന് സേവനം ലക്ഷ്യമാക്കിയിട്ടുള്ള ഒരു കൂട്ടായ്മയാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാന വ്യത്യാസം 1 നിയന്ത്രണത്തിന്റെ കാര്യത്തിലാണ്, 2 ബാധ്യതയുടെ കാര്യത്തിലാണ്. ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ്സിൽ അഥവാ HUFൽ ബിസിനസിന്റെ പൂർണ്ണ നിയന്ത്രണം കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന അംഗമായ കർത്താവിയുടെ കയ്യിലാണ്. അദ്ദേഹത്തിന് അൺലിമിറ്റഡ് ലയബിലിറ്റിയാണ്. എന്നാൽ സഹകരണ സംഘത്തിൽ അങ്ങനെയല്ല. അവിടെ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മാനേജിംഗ് കമ്മിറ്റിയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. എല്ലാ അംഗങ്ങൾക്കും ലിമിറ്റഡ് ലയബിലിറ്റിയാണുള്ളത്. ശരി, ഇതുവരെ നമ്മൾ ഓരോ ബിസിനസ് രൂപത്തെക്കുറിച്ചും വിശദമായി പഠിച്ചു. ഇനി പരീക്ഷയിൽ ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ ഏത് രൂപമാണ് നല്ലത് എന്ന രീതിയിലൊരു ചോദ്യം വന്നാൽ എങ്ങനെ ഉത്തരമെഴുതും എന്ന് നോക്കാം. ഇപ്പോൾ ഒരു ബിസിനസ് തുടങ്ങാൻ പോകുന്ന ആള് ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം ചിന്തിക്കണം. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് ഒരുപാട് റിസ്ക് എടുക്കാൻ പേടിയാണെങ്കിൽ ലിമിറ്റഡ് ലയബിലിറ്റിയുള്ള കമ്പനി തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത്. എന്നാൽ ബിസിനസിന്റെ എല്ലാ നിയന്ത്രണവും നിങ്ങളുടെ കയ്യിൽ തന്നെ വേണമെന്ന് നിർബന്ധമാണെങ്കിൽ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് തിരഞ്ഞെടുക്കാം. എത്ര പണം വേണം, എത്ര കാലം ഈ ബിസിനസ് മുന്നോട്ട് പോകണം എന്നൊക്കെ ആലോചിച്ച് വേണം ഒരു തീരുമാനമെടുക്കാൻ. ഈ കാണുന്ന ടേബിൾ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഇത് ഭംഗിയായി വരച്ചു വെച്ചോളൂ. പരീക്ഷയുടെ തലേ ദിവസം പെട്ടെന്നൊന്ന് നോക്കാൻ ഇതിലും നല്ലൊരു ടൂളില്ല. ഈ 3 ബിസിനസ് രൂപങ്ങളുടെയും പ്രധാന വ്യത്യാസങ്ങൾ ഒറ്റയടിക്ക് മനസ്സിലാക്കാൻ ഇത് സഹായിക്കും. ലയബിലിറ്റി, കണ്ടിന്യൂയിറ്റി, ക്യാപിറ്റൽ, കൺട്രോൾ, ഈ 4 പോയിന്റുകൾ ഓർത്തുവെച്ചാൽ മതി. ശരി, നമ്മൾ ഏകദേശം എല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മുടെ ഫൈനൽ ലാപ്പാണ്. പരീക്ഷയ്ക്ക് ഉറപ്പായും വരാൻ സാധ്യതയുള്ള കാര്യങ്ങളും നിങ്ങൾ വരുത്താൻ സാധ്യതയുള്ള തെറ്റുകളും നമുക്കൊന്ന് നോക്കാം. ഇതാണ് ഈ ചാപ്റ്ററിലെ ഏറ്റവും വലിയ കൺഫ്യൂഷൻ. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി പറയാം, ശ്രദ്ധിച്ചു കേൾക്കണം. അൺലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ബിസിനസിന്റെ കടം വീട്ടാൻ നിങ്ങളുടെ പേഴ്സണൽ സ്വത്തുക്കൾ പോലും എടുക്കേണ്ടി വരും. എന്നാൽ ലിമിറ്റഡ് ലയബിലിറ്റി ആണെങ്കിൽ നിങ്ങൾ എത്ര രൂപയാണോ ബിസിനസ്സിൽ നിക്ഷേപിച്ചത് ആ തുക മാത്രമേ നിങ്ങൾക്ക് നഷ്ടപ്പെടൂ. നിങ്ങളുടെ വീടും കാറും എപ്പോഴും സുരക്ഷിതമായിരിക്കും. ഈ ഒരു വ്യത്യാസം മാത്രം മനസ്സിലാക്കിയാൽ മതി. പരീക്ഷയ്ക്ക് പോകുന്നതിന് മുൻപ് ഈ കാര്യങ്ങൾ നിങ്ങൾക്കറിയാമോ എന്ന് ഉറപ്പുവരുത്തുക. ഈ 3 ആശയങ്ങൾ എന്താണത് പഠിക്കുക. താരതമ്യം ചെയ്യാനുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ഒരു ടേബിൾ വരച്ച് ബേസിസ് ഓഫ് കമ്പാരിസൺ എന്നൊരു കോളം വെച്ച് എഴുതിയാൽ നിങ്ങൾക്ക് മുഴുവൻ മാർക്കും കിട്ടും. പരീക്ഷയ്ക്കിനി ഒരാഴ്ചയുള്ളൂ അല്ലേ? പേടിക്കണ്ട. ഈയൊരു പ്ലാൻ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ സിമ്പിളായി പഠിച്ചെടുക്കാം. ഓരോ ദിവസവും കുറച്ച് സമയം ഇതിനായി മാറ്റിവെച്ചാൽ മതി. എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് അവസാന ദിവസം ഒരു തവണ കൂടി എല്ലാം ഓടിച്ചു നോക്കിയാൽ മതി. ഇത് നിങ്ങൾക്ക് നല്ല ആത്മവിശ്വാസം തരും. അപ്പോ ഇത്രയും പഠിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ഒന്ന് ശ്രമിച്ചു നോക്കൂ. ഇത് നിങ്ങളെ തന്നെ വിലയിരുത്താൻ സഹായിക്കും. നന്നായി പഠിക്കുക, ആത്മവിശ്വാസത്തോടെ പരീക്ഷ എഴുതുക. നിങ്ങൾക്ക് എന്തായാലും നല്ല മാർക്ക് കിട്ടും. എല്ലാവിധ ആശംസകളും.